ദൈവത്തിൻ്റെ വചനം പഠിക്കുവാൻ ദൈവം നമുക്ക് നൽകുന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കാം. എബ്രായലേഖനം 11-ാം അധ്യായത്തെ ആസ്പദമാക്കി വിശ്വാസ വീരന്മാർ എന്ന വിഷയമാണല്ലോ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തുടർച്ചയായിട്ട് ചിന്തിക്കുവാൻ എബ്രായലേഖനം 11-ാമത്തെ അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം പ്രാരംഭമായിട്ട് വായിക്കാം. ഹീബ്രൂസ് ചാപ്റ്റർ 11 വേഴ്സ് 5. വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചുവെന്ന് അവൻ എടുക്കപ്പെട്ടതിന് മുൻപേ സാക്ഷ്യം പ്രാപിച്ചു. ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന രണ്ടാമത്തെ ആളിൻ്റെ പേരാണ് ഹാനോക്ക്. നാം അതാൻ ചിന്തിക്കുന്ന വിഷയം. ഉൽപ്പത്തി പുസ്തകം 5-ാമത്തെ അധ്യായത്തിൽ ഹാനോക്കിനെ സംബന്ധിച്ച് ഒരു 4 വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ എബ്രായ ലേഖനത്തിൽ ഒരു വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യൂദായുടെ ലേഖനം അതിൻ്റെ 14-15 വാക്യങ്ങളിൽ ഹാനോക്കിനെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ 7 വാക്യങ്ങളാണ് ഹാനോക്കിനെ സംബന്ധിച്ച് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഈ വാക്യങ്ങളൊക്കെയാണ് താൻ ചെയ്ത വീര്യപ്രവൃത്തി എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഹാനോക്ക് എന്ന പേരിൻ്റെ അർത്ഥം ഉപദേഷ്ടാവെന്ന, ടീച്ചർ എന്ന ഉപദേഷ്ടാവ്. താൻ ഉപദേശിച്ചിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. അത് നമ്മൾ പിന്നെ ചിന്തിക്കുന്നതായിരിക്കും. ഇവിടെ വായിച്ചത് വിശ്വാസത്താൽ എന്ന വാക്കാ തുടങ്ങുന്നത്. വിശ്വാസത്തിൽ വീരന്മാരാകണമെങ്കിൽ വിശ്വാസത്തിൽ ആരംഭിക്കുകയും തുടരുകയും വേണമല്ലോ. കഴിഞ്ഞ ആഴ്ച ഓർത്ത പോലെ തന്നെയാണ് ഇന്നും നമ്മൾ ഓർക്കുന്നത്. തൻ്റെ ജീവിതം വിശ്വാസത്താൽ ആരംഭിക്കുന്നു. താൻ വിശ്വാസത്താൽ ജീവിച്ചു എന്ന് പറയുമ്പോൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം നോക്കാം. അതിൻ്റെ 21-ാമത്തെ വാക്യം മുതലാണ് തന്നെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഉൽപ്പത്തി 5:21. ഹാനോക്കിന് 65 വയസ്സായപ്പോൾ അവൻ മെത്സലഹിനെ ജനിപ്പിച്ചു. ആ വാക്യത്തിൽ തന്നെ തൻ്റെ വിശ്വാസത്തിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് കാണാൻ കഴിയും. തൻ്റെ 65-ാമത്തെ വയസ്സിൽ ജനിപ്പിച്ച മകന് മെത്തുശലഹ് എന്ന് പേരിട്ടു എന്ന് പറയുമ്പോൾ ആ വാക്കിനൊരു അർത്ഥമുണ്ട്. വെൻ ഹി ഡൈസ് ഇറ്റ് ഷാൽ ബി സെന്റ് എന്ന. അവൻ മരിക്കുമ്പോൾ അത് അയക്കപ്പെടുമെന്നോ സംഭവിക്കുമെന്നോ. നമുക്കറിയാം അതിൻ്റെ ചരിത്രം എന്താണെന്നുള്ള കാര്യം. ലോകത്ത് ജനങ്ങളുടെ ജീവിത രീതി വ്യത്യസ്തമാണ്. അപ്പോൾ ദൈവം ലോകത്തോട് ശക്തമായിട്ട് ഇടപെടുവാൻ പോകുന്നു എന്നൊരു പ്രവചന ദൃഷ്ടിയ ഉള്ളൊരു കാഴ്ചപ്പാട്, ഉൾക്കാഴ്ച ഹാനോക്കിൽ ലഭിച്ചു. അത് നോഹയുടെ കാലത്ത് സംഭവിക്കാൻ പോകുന്ന ജലപ്രളയമാണ് വിഷയം. അതുകൊണ്ട് തനിക്ക് മകൻ ജനിച്ചപ്പോൾ തന്നെ ഈ മകൻ മരിക്കുമ്പോൾ അത് സംഭവിക്കും എന്ന അർത്ഥത്തിൽ തൻ്റെ മകന് പേരിട്ടു. അപ്പോഴാണ് സംഭവിക്കുന്നതെന്നുള്ള കാര്യവും തനിക്ക് ദൈവം പ്രകാശമായിട്ട് കൊടുത്തു എന്നാണ് നമുക്ക് ആ അർത്ഥത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് വലിയൊരു സംഭവം നടക്കുവാൻ പോകുന്നു, ന്യായവിധി വരുന്നു എന്ന ചിന്ത തന്നെ ഭരിക്കുന്നത് കൊണ്ട് തൻ്റെ ജീവിതം വളരെ മെച്ചമായിട്ട് മുൻപോട്ട് കൊണ്ടുപോയി എന്ന് ആ വിശ്വാസത്താൽ എന്ന വാക്കുകൊണ്ട് ചിന്തിപ്പാനായിട്ട് സാധിക്കും. ഇവിടെ നമ്മൾ മെത്തുശലേമിനെ കുറിച്ച് വായിച്ചല്ലോ. മെത്തുശലേമിന് 187 വയസ്സുള്ളപ്പോൾ അദ്ദേഹം ലാമെക്കിനെ ജനിപ്പിച്ചു. ലാമെക്കിന് 182 വയസ്സുള്ളപ്പോൾ നോഹയെ ജനിപ്പിച്ചു. നോഹയ്ക്ക് 600 വയസ്സായപ്പോൾ ജലപ്രളയമുണ്ടായി. ഈ 3 പേരുടെ ആ സംഖ്യ കൂട്ടിയാൽ 969 എന്ന സംഖ്യ കിട്ടും. അതായിരുന്നു മെത്തുശലേമിൻ്റെ ആയുസ്. അപ്പോൾ താൻ മരിച്ചു, പ്രളയമുണ്ടായി. ഈ കണക്കുകളൊക്കെ ഇപ്പം ഞാൻ വിശദമായിട്ട് പറയുന്നില്ല. അത്യാവശ്യമെങ്കിൽ പിന്നീട് ചോദിച്ചാൽ അത് വാക്യങ്ങൾ പറഞ്ഞുതരാം. അങ്ങനെ ആ സംഭവം നടക്കുകയും ചെയ്തു. ഇതാണ് വിശ്വാസത്താൽ എന്ന് പറഞ്ഞതിൻ്റെ ആശയം. മറ്റു കാര്യങ്ങളൊന്നും തനിക്ക് പഠിക്കാനുള്ള അവസരമില്ല. നമ്മളെപ്പോലെയുള്ള സാഹചര്യം ഒന്നും പഠിക്കാനില്ല. തനിക്ക് ലഭിച്ച വിശ്വാസം എന്ന് പറയുന്നത് ദൈവം തൻ്റെ ഹൃദയത്തിൽ കൊടുത്ത ഒരു പ്രകാശമാണ്. വലിയ കാര്യം സംഭവിക്കുവാൻ പോകുന്നു എന്നുള്ള ഒരു പ്രകാശം. അതനുസരിച്ച് തൻ്റെ ജീവിതത്തെ ക്രമീകരിച്ചു. ഇനി നമുക്ക് ആദ്യത്തെ വാക്യത്തിലേക്ക് മടങ്ങി വരാം. എബ്രായലേഖനം 11-ാം അധ്യായം. അവിടെ വായിക്കുന്നത് വിശ്വാസത്താൽ ഹാനോക്ക്.
ഹാനോക്ക് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം ഉപദേഷ്ടാവ്. ഉപദേഷ്ടാവ് എന്ന് പറഞ്ഞാൽ, പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ചില യോഗ്യത പഠിപ്പിക്കുന്നവർക്കുണ്ടായിരിക്കണം. എന്താണെന്ന് ചോദിച്ചാൽ, നിക്കോദിമോസ് യേശുവിനെ കാണാൻ വന്നിട്ട് ചില കാര്യങ്ങൾ സംസാരിച്ചു. യേശുക്രിസ്തു അവനോട് വീണ്ടും ജനനം എന്ന വിഷയത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒന്നും മനസ്സിലായില്ല. ഇത്രയും പ്രായമായി ഞാൻ അമ്മയുടെ ഉദരത്തിൽ കടന്ന് ഇനി ജനിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചത്. അപ്പോൾ കർത്താവ് ഒരു ചോദ്യം ചോദിച്ചത് യോഹന്നാൻ 3:10 നീ ഇസ്രായേലിന്റെ ഉപദേഷ്ടാവായിരുന്നിട്ടും ഇത് അറിയുന്നില്ലയോ? അപ്പോൾ ഉപദേഷ്ടാവിന് എന്താവശ്യമുണ്ട്? അറിവ് ആവശ്യമുണ്ട്. ഉപദേശിക്കാൻ പോകുന്നവരെ അറിവില്ലെങ്കിൽ ഉപദേശിക്കാനായിട്ട് പാടില്ല, അത് തെറ്റിപ്പോകും. ഇനിയും ഉപദേഷ്ടാവായിരിക്കണം, അറിവുണ്ടായിരിക്കണം പറഞ്ഞാൽ ഈ അറിവ് എവിടുന്നാണ് പ്രാപിക്കുന്നത്? ഒരു വാക്യം വായിക്കാം. മലാക്കിയുടെ പ്രവചനം, മലാക്കി ചാപ്റ്റർ 2:7. മലാക്കിയുടെ പ്രവചനം 2-ാമത്തെ അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യത്തിൽ എവിടുന്നാണ് ഈ ഉപദേശം പ്രാപിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പുരോഹിതൻ സൈന്യങ്ങളുടെ യഹോവയുടെ ദൂതനാകയാൽ അവന്റെ അധരങ്ങൾ പരിജ്ഞാനം സൂക്ഷിച്ചു വെക്കേണ്ടതും ഉപദേശം അവനോട് ചോദിച്ച് പഠിക്കേണ്ടതുമല്ലോ. ആരോടാ? യഹോവയോട്. ഉപദേശം അവനോട് ചോദിച്ച് പഠിക്കണം എന്ന് പറഞ്ഞാൽ, ഉപദേശിക്കുന്നവർ, പഠിപ്പിക്കുന്നവര് അവരുടെ പരിജ്ഞാനമല്ല വെളിപ്പെടുത്തേണ്ടത്, അവരുടെ പരിജ്ഞാനമല്ല പറയേണ്ടത്, അവരുടെ ആശയമല്ല പറയേണ്ടത്. ദൈവത്തിൽ നിന്ന് പ്രാപിക്കണം, ദൈവത്തിൽ നിന്ന് പഠിക്കണം. ദൈവം അത് കൊടുക്കുവാൻ പ്രാപ്തനായിട്ട് റെഡിയായിട്ട് ഇരിപ്പുണ്ട്. നാം ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് ബലപ്പെട്ട ശേഷം വേണം ഉപദേശിക്കുവാനായിട്ട്. എങ്കിൽ മാത്രമേ പരിജ്ഞാനത്തോടുകൂടെ സംസാരിക്കാൻ കഴിയുള്ളൂ എന്ന പറഞ്ഞതിന്റെ ആശയം. അപ്പോൾ ഈ ഹാനോക്കിനെ സംബന്ധിച്ച് ഉപദേഷ്ടാവ് എന്ന പേര് തനിക്കുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും താൻ ദൈവവുമായിട്ട് ബന്ധപ്പെട്ടു പോകുന്നയാളാണ്. അതാണല്ലോ ദൈവം തനിക്ക് വരുവാൻ പോകുന്ന കാര്യങ്ങളെ പ്രകാശിപ്പിച്ചു കൊടുത്തത്. ഇന്നത്തെ പോലുള്ള സാഹചര്യമല്ലല്ലോ, അല്ലാതെ തന്നെ ഹൃദയത്തിൽ ആ പ്രേരണ കൊടുത്തതാ. ഇതിനിടയ്ക്ക് ഒരു വാക്കുകൂടെ ഞങ്ങൾ പറഞ്ഞു പോകുക. പിന്നീട് നമ്മൾ പഠിക്കുന്നുണ്ട് കാര്യം. യോസഫ് ധാരാളം പ്രതികൂലം അനുഭവിച്ചെങ്കിലും അതിനൊന്നും പ്രതികരിക്കാതെ പോയതെന്നറിയാമോ? താൻ 2 സ്വപ്നം കണ്ടു. ഒന്ന്, സഹോദരന്മാർ തന്നെ ബഹുമാനിക്കുന്നു. 2, സഹോദരന്മാരും അപ്പനും അമ്മയും തന്നെ ബഹുമാനിക്കുന്നു. ഇത് നല്ല കാര്യമല്ലെന്ന് നമുക്ക് കേൾവിയിൽ തോന്നാമെങ്കിലും അത് തനിക്ക് ദൈവം കൊടുത്തൊരു പ്രകാശമാണ്. താൻ അതിനെതിരായിട്ടൊന്നും പ്രവർത്തിച്ചില്ല, സഹോദരന്മാരോടും അപ്പനോടും അമ്മയോടും ഒന്നും മോശമായി സംസാരിച്ചില്ല. അത് ഹൃദയത്തിൽ സ്വരൂപിച്ചുകൊണ്ട് താൻ ഇങ്ങനെ ജീവിക്കുക. ആ ജീവിതം അവസാനം തന്നെ ആ സ്ഥലത്ത് കൊണ്ട് എത്തിച്ചു. സഹോദരന്മാർ മുമ്പ് നമസ്കരിച്ചില്ലേ? നമസ്കരിച്ചു. അപ്പോൾ ഒരു പ്രകാശം ദൈവം നമുക്ക് തന്നാൽ തെറ്റിദ്ധരിക്കരുത്. ചിലരൊക്കെ പറയുന്നതിനുള്ള പ്രകാശമൊന്നുമല്ല. വായിക്കുമ്പോൾ ഇന്നത്തെ കാലത്ത് വായിക്കുകയും പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ചില പ്രകാശം ദൈവം തരും, ചില ആലോചന ദൈവം തരും. അത് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉളവാക്കും. പരിജ്ഞാനത്തോടെ ജീവിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ഉപദേഷ്ടാവിന് അറിവുണ്ടായിരിക്കണം. 2-ാമത്തെ കാര്യം, ആ അറിവ് ദൈവത്തിൽ നിന്ന് പ്രാപിച്ചതായിരിക്കണം. 3-ാമത്തെ കാര്യം, യാക്കോബിന്റെ ലേഖനം നോക്കിക്കേ. യാക്കോബിന്റെ ലേഖനം 3-ാമത്തെ അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ ഉപദേശിക്കുന്ന ആൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യമുണ്ട്. അത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. ജെയിംസ് ചാപ്റ്റർ 3:1. സഹോദരന്മാരെ, അധികം ശിക്ഷാവിധി വരും എന്നറിഞ്ഞ് നിങ്ങളിൽ അനേകർ ഉപദേഷ്ടാക്കന്മാർ ആകരുത്. എന്താ അതിന്റെ അർത്ഥം? പ്രസംഗിക്കാൻ എളുപ്പമാണ്. കുത്തിയിരുന്ന് വായിക്കുകയും പഠിക്കുകയും പഠിച്ച് കുറെ എഴുതുകയൊക്കെ ചെയ്തിട്ട് വേണമെങ്കിൽ പ്രസംഗിക്കാം. അങ്ങനെ പ്രസംഗിച്ചാൽ ഒന്നാമത് കേൾവിക്കാരിൽ ഫലമുളവാക്കത്തില്ല. 2-ാമത് പ്രായോഗികമാക്കാത്ത കാര്യങ്ങൾ, നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ ഒരിക്കലും പ്രസംഗിക്കരുത്. നമ്മൾ സിൻലെസ് പെർഫെക്ഷൻ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പാപരഹിത പരിപൂർണത നമുക്കില്ല, ഉണ്ടാകത്തുമില്ല. ഇവിടെ വെച്ച് അവിടെ ചെല്ലുമ്പോഴേ ഉണ്ടാകത്തുള്ളൂ. നാം പൂർണ്ണരാന്നല്ല പറഞ്ഞതിന്റെ ആശയം. നമുക്ക് ചെയ്യുവാൻ കഴിയാത്ത കാര്യങ്ങൾ, നമ്മൾ ഒരു വിഷയത്തിൽ പരാജയപ്പെട്ട് കിടക്കുക, ആ വിഷയം ഇവിടെ വന്നിട്ട് പ്രസംഗിക്കാൻ പാടില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല, നിങ്ങളെ ഉപദേശിക്കാൻ പാടില്ല. അതാ അതിന്റെ ആശയം. അത് ഏറ്റവും നല്ല മാതൃക നമ്മുടെ കർത്താവ് തന്നെയാണ്. നോക്കിക്കേ, അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം, ആക്ട്സ് ചാപ്റ്റർ 1:1. 1:1. ആ പുസ്തകം എഴുതുമ്പോൾ എഴുതുന്നയാള് പറയുന്നൊരു വാക്കുണ്ട്. തെയോഫിലോസേ, ഞാൻ എഴുതിയ 1-ാമത്തെ ചരിത്രം യേശു തിരഞ്ഞെടുത്ത അപ്പോസ്തലന്മാർക്ക് പരിശുദ്ധാത്മാവിനാൽ കൽപ്പന കൊടുത്തിട്ട്
ആരോഹണം ചെയ്ത നാൾ വരെ ശ്രദ്ധിക്കണം. അവൻ ചെയ്തതും ഉപദേശിച്ചും തുടങ്ങിയവ. അവൻ ചെയ്തും ഉപദേശിച്ചു തുടങ്ങിയവ. അപ്പൊ എങ്ങനെയായിരുന്നു കർത്താവിന്റെ ഓർഡർ? ചെയ്തു പഠിപ്പിച്ചു, ചെയ്തു പഠിപ്പിച്ചു. ഇതാ പ്രമാണം. അത് പഴയ നിയമത്തിലും എസ്രായും മറ്റുമൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്യുക, ഉപദേശിക്കുക. അതായിരിക്കണം ഒരു ഉപദേഷ്ടാവിന്റെ പ്രത്യേകത. അത് ഈ ഹാനോക്കിലുണ്ട്. അത് നമുക്ക് തുടർന്ന് അങ്ങോട്ട് പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് ഇപ്പൊ മടങ്ങി വരേണ്ട വാക്യം വായിച്ചതാണല്ലോ. 5-ാം അധ്യായം വായിക്കുന്ന 22-ാമത്തെ വാക്യത്തിൽ ബത്ശലേഹിനെ ജനിപ്പിച്ച ശേഷം എന്ന് വായിക്കുന്നു. ജനിപ്പിച്ച ശേഷമാണ് താന് 300 സംവത്സരം ദൈവത്തോടുകൂടി നടന്നത്. ഈ ജനിപ്പിച്ച ശേഷം എന്ന് പറഞ്ഞാൽ തനിക്ക് ആ കാര്യത്തെക്കുറിച്ച് നല്ല ബോധ്യമുള്ളതുകൊണ്ട് അതിനുശേഷമുള്ള കാലം താൻ പൂർണ്ണമായിട്ടും ദൈവത്തോട് ചേർന്ന് ജീവിച്ചു. ദൈവിക പ്രമാണങ്ങളെ പാലിച്ച് ജീവിച്ചു. ദൈവത്തോട് കൂടെ നടന്നു എന്ന് പറഞ്ഞതിൻ്റെ ആശയം നിങ്ങൾക്കറിയാം എന്നെനിക്കറിയാം. ഞാൻ കേട്ട ഒരു അബദ്ധം നിങ്ങളോട് പറയാം. ഒരാൾ പ്രസംഗിച്ച് കേട്ടതാ. ഞങ്ങളുടെ സഭാ ഹാളിൻ്റെ തൊട്ടും ഒരു പള്ളിയുണ്ട്. രാവിലെ അവിടെ നിന്നപ്പം കേട്ടൊരു പ്രസംഗമാണ്. ഹാനോക്ക് ദൈവത്തോടുകൂടെ 300 സംവത്സരം നടന്നു. ഒരു ദിവസം 10 കിലോമീറ്റർ വെച്ച് കൂട്ടിയാൽ എത്ര കിലോമീറ്റർ നടന്ന് കാണും? പ്രസംഗിക്കുന്ന ആൾ ചോദിക്കുക. ഞാൻ അന്തം വിട്ടുപോയി. കർത്താവ് എന്തോ പറയുന്നത്? അപ്പോൾ ചിലർ മനസ്സിലാക്കിയിരിക്കുന്നത് അങ്ങനെയാണ്. എന്നും കർത്താവിനെ കയ്യെ പിടിച്ച് നടക്കുക എന്നുള്ളത്. അതല്ല എൻ്റെ ആശയം. നമ്മൾ ചിന്തിക്കുന്നുണ്ട്. താൻ നടന്നു പറഞ്ഞാൽ തൻ്റെ ജീവിതം പരിപൂർണമായിട്ട് കർത്താവിന് സമർപ്പിച്ച് യോഗ്യമായി ജീവിച്ചു എന്ന. രണ്ടാമത്തെ കാര്യം, തൻ്റെ ആ മകനെ ജനിപ്പിച്ച ശേഷമെന്ന് പറഞ്ഞാൽ ശേഷിക്കുന്ന സമയം മുഴുവനും പിന്നെ ഒരു കാരണവശാലും ഒരു പിന്മാറ്റം തനിക്കില്ല. പിന്മാറ്റമില്ല. കാര്യത്തെക്കുറിച്ച് ബോധ്യമുണ്ട്. ആ കാര്യം സംഭവിക്കാൻ പോകുന്നു. ന്യായവിധി ഉണ്ടാകാൻ പോകുന്നു. അതുകൊണ്ട് എത്രയും മാന്യമായി ജീവിക്കണം എന്ന ചിന്ത തന്നെ ഭരിച്ചു. ഈ നമ്മൾ പഠിക്കുന്ന ഇപ്പം 11-ാം അധ്യായമാണല്ലോ. തൊട്ടു മുമ്പത്തെ അധ്യായം നോക്കിക്കുക. 10-ാം അധ്യായം എബ്രായലേഖനം അതിന്റെ 38-39 വാക്യം എന്തുവാ? എബ്രൂസ് ചാപ്റ്റർ 10:38. എന്നാൽ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പിന്മാറുന്നുവെങ്കിൽ എന്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. ഇദ്ദേഹം ഒരു തീരുമാനം എടുത്തു. ഞാൻ ഇനിയുള്ള കാലം കർത്താവിനായി ജീവിക്കും. പിന്നെ പിന്മാറിയിട്ടില്ല അതിൽ നിന്ന്. അതാണ് ജനിപ്പിച്ച ശേഷം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. 365 ദിവസം, വർഷം. അതിൽ 300 വർഷം അങ്ങനെ തന്നെ ജീവിച്ചു. ഈ 300 വർഷം ജീവിച്ചെന്ന് പറയുമ്പം അന്നത്തെ കാലത്തെ ജനങ്ങളുടെ ആയുസ് പരിശോധിച്ചാൽ ഈ 365 കൂടുതലാണോ കുറവാണോ? കുറവാ. നമ്മൾ എത്ര നാള് കർത്താവിന് വേണ്ടി ജീവിച്ചു എന്നുള്ളതല്ല പ്രാധാന്യമുള്ള വിഷയം. പിന്നെ എങ്ങനെ ജീവിച്ചു എന്നുള്ളതാണ്. ഇത് തന്നെയാണ് പൗലോസ് പിൽക്കാലത്ത് നമ്മുടെ ആത്മീയ ശുശ്രൂഷയുടെ നിലവാരം, സ്റ്റാൻഡേർഡ് പറയുമ്പോൾ പറയുന്നത് ഓരോരുത്തൻ എങ്ങനെ പണിതു എന്ന് നോക്കിക്കൊള്ളേണ്ടെന്ന. എന്ത് പണിതു എന്നല്ല. എത്ര നാൾ ജീവിച്ചിരിക്കുന്നുള്ളതിനേക്കാളും പ്രാധാന്യം ജീവിച്ചിടത്തോളം കാലം എങ്ങനെ ജീവിച്ചു എന്നുള്ളതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അദ്ദേഹത്തെക്കുറിച്ച് അങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇനി ദൈവത്തോടുകൂടെ നടന്നു എന്ന് പറയുമ്പോൾ അതൊരു ആ കാലത്തെ ഒരു പ്രത്യേക കാര്യമായിരുന്നു. ഹാനോക്ക് മാത്രം ദൈവത്തോട് നടന്നിട്ടുള്ളൂ? അല്ല. നോക്കിക്കേ, ഉൽപ്പത്തി പുസ്തകം 7-ാമത്തെ അധ്യായം. ഉൽപ്പത്തി പുസ്തകം 7-ാമത്തെ അധ്യായം, 6-ാമത്തെ അധ്യായം. നമ്മൾ അടുത്ത ആഴ്ച ചിന്തിക്കേണ്ട വിഷയമാണ്. എന്നാലും നമുക്ക് നോക്കാം. ഉൽപ്പത്തി പുസ്തകം 6-ാമത്തെ അധ്യായം നോഹയെ കുറിച്ച് പറയുമ്പോൾ അതിന് 8-ാമത്തെ വാക്യം. അപ്പൊ നോഹ നടന്ന ദൈവത്തോടുകൂടെ അല്ലേ? നോഹ നടന്നു. നോക്കിക്കുക 18-ാമത്തെ അധ്യായം, ഉൽപ്പത്തി 18-ാമത്തെ അധ്യായം. അബ്രഹാമിന്റെ വീട്ടിൽ വന്ന ആ 3 ദൂതന്മാരെ എന്ന് പറയുന്ന അവരെ 3 പേരെയും യാത്രയപ്പിൽ അബ്രഹാം പോയ കാര്യം 16-ാമത്തെ അധ്യായത്തിലുണ്ട്. ആ 16-ാം അധ്യായത്തിൽ അബ്രഹാം അവരെ യാത്ര അയക്കുവാൻ അവരോടുകൂടെ പോയി. കണ്ടോ? ഇംഗ്ലീഷ് വായിക്കുന്നത് ഇങ്ങനെയാണ്: ആൻഡ് ഏബ്രഹാം വാസ് വാക്കിംഗ് വിത്ത് ദം ടു സെൻഡ് ദം ഓഫ്. ഏബ്രഹാം വാസ് വാക്കിംഗ് വിത്ത് ദം. അബ്രഹാം ദൈവത്തോടുകൂടെ നടന്നു.
അപ്പോൾ ഹാനോക്ക് മാത്രമല്ല നടന്നത്, പിന്നെ നോഹ നടന്നു, അബ്രഹാം നടന്നു. അപ്പം ഈ നടപ്പ് എന്ന് പറയുമ്പോൾ ഇതിനുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പരിപൂർണമായിട്ട് കർത്താവിൽ ആശ്രയിച്ച് മുൻപോട്ട് പോകുക എന്നുള്ളതാണ്. കർത്താവിൽ ആശ്രയിച്ച് മുൻപോട്ട് പോകുക. ഈ നോഹ നടക്കുന്നതിന് പ്രാധാന്യമുണ്ട്. വായിച്ച വാക്യം ഓർമ്മയുണ്ടല്ലോ, നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു, നോഹ നടന്നു. അപ്പൊ നടക്കണമെങ്കിൽ എന്ത് വേണം? കൃപ വേണം. നമുക്ക് കൃപ ലഭിച്ചിട്ടുണ്ടോ? ഉണ്ട്. രക്ഷിക്കപ്പെട്ടതേ കൃപയാല, കൃപയാൽ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടു. അപ്പം നമുക്ക് നടക്കാൻ സാധിക്കും. നടക്കുന്നതെന്ന് വെച്ചാൽ അതുപോലെ ജീവിക്കാൻ സാധിക്കും. ഇനി അബ്രഹാമിന് എന്താ പ്രത്യേകത? അബ്രഹാം ഈ 3 പേരെ ആരെന്നറിയാതെ വീട്ടിൽ കൊണ്ടുവന്ന് ആഹാരം കൊടുത്ത് അവരെ ബഹുമാനിച്ചു. അത് കഴിഞ്ഞ് നടന്നു പോകുമ്പോൾ 2 പേരൊക്കെ അപ്രത്യക്ഷപ്പെട്ടു. അവരങ്ങ് എവിടെ പോയി? സോദോമിലേക്ക് പോയി. പിന്നെ നടക്കുന്ന ആരുടെ കൂടാ? ദൈവത്തിന്റെ കൂടെ. ദൈവത്തിനോട് നടക്കുമ്പോൾ അബ്രഹാം സംസാരിക്കുക. എന്താ സംസാരിക്കുന്നേ? സോദോമിലെ എൻ്റെ ഒരു സഹോദരന്റെ പുത്രനുണ്ട്, അവനെ ഓർത്ത് ആ ദേശത്തെ നശിപ്പിക്കല്ലേ. 50 പേരുണ്ടെങ്കിൽ നശിപ്പിക്കുമോ, 40 പേരുണ്ടെങ്കിൽ നശിപ്പിക്കുമോ എന്ന് പറഞ്ഞ് സംസാരിച്ച് ആ ദേശത്തെ സഹോദരനെ കുടുംബത്തെ രക്ഷിപ്പാനുള്ള സകല ക്രമീകരണങ്ങളും ചെയ്തു. അർത്ഥാൽ സ്നേഹിതന്മാർ പോകുന്നത് പോലെ ഇവർ 2 പേരും കൂടെ സംസാരിച്ചുകൊണ്ട് പോവുക. ഫ്രണ്ട്ഷിപ്പ്, സഖിത്വം ഉണ്ടെങ്കിലേ ഒന്നിച്ച് നടക്കാൻ പറ്റത്തുള്ളൂ. മാത്രമല്ല അബ്രഹാം നടന്നു എന്ന് പറയുമ്പോൾ ദൈവം കൂടെ സമ്മതിക്കണമല്ലോ അബ്രഹാം കൂടെ നടക്കാൻ. നമ്മൾ എല്ലാവരും കൂടെ നടക്കുമോ? പണ്ട് നടന്നിട്ടുള്ളത് എല്ലാവരും ഇപ്പോൾ കൂടെ ഉണ്ടോ? ഇല്ല, പലരെയും നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. കാരണം എന്നാ? യോജിക്കാൻ പറ്റത്തില്ല. നമ്മൾ വയ്യ അവരെ അങ്ങ് ഒഴിവാക്കും, നമ്മൾ സാവകാശം അങ്ങ് പോകും. പിണക്കൊന്നുമില്ല, എനിക്ക് നിന്നോട് യോജിക്കാൻ പറ്റത്തില്ലെങ്കിൽ മാറി നിൽക്കുക, അത്രേ ഉള്ളൂ. എന്നാൽ അബ്രഹാം എന്തുകൊണ്ടാ അബ്രഹാമിനോട് ചേർന്ന് നിൽക്കാനായിട്ട് ദൈവം താല്പര്യപ്പെടുന്നറിയാമോ? ഈ വായിച്ചത് 18-ാം അധ്യായമാണ്. വായിക്കണ്ട, 17-ാം അധ്യായം 1-ാം വാക്യം വായിക്കുന്നത് അബ്രഹാമിനോട് ദൈവം പറയുന്നു, എന്റെ മുൻപാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക. വാക്ക് ബിഫോർ മീ ആൻഡ് ബി ബ്ലെയിംലെസ്. എന്റെ മുൻപാകെ നടന്ന് നിന്റെ നിഷ്കളങ്കത്വം തെളിയിക്കുക എന്ന് പറഞ്ഞതിന്റെ ആശയം അത് തെളിയിച്ചു, യോഗ്യമായി ജീവിച്ചു. ആ ബോധ്യം ദൈവത്തിന് വന്നപ്പോൾ പിന്നെ ചേർന്ന് നടക്കാൻ ദൈവം അനുവദിച്ചു. ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടല്ലേ? ദൈവത്തിന് മുൻപാകെ ഞാനും നിങ്ങളും നിഷ്കളങ്കമായി ജീവിച്ചാൽ പിന്നെ നമുക്ക് ദൈവത്തോട് ചേർന്ന് നടക്കാൻ ബുദ്ധിമുട്ടില്ല. കുഴപ്പം കാണിക്കുമ്പോഴാണ് ഈ അകന്ന് നടക്കുന്നത്. പത്രോസ് അകലം വിട്ട് അനുഗമിച്ചതൊരു വാക്യമുണ്ട്. അകലം വിട്ട് അനുഗമിച്ചു. എന്താ കാരണം? വാളെടുത്ത് വെട്ടി. അതുകൊണ്ട് പരസ്യമായിട്ട് ആ പാപം ചെയ്തുകൊണ്ട് പിന്നെ പരസ്യമായിട്ട് കൂടെ പോകാൻ കഴിയാതെ വന്നു, അകലം വിട്ട് അനുഗമിച്ചു. അതുകൊണ്ട് നമ്മൾ ഈ ഹാനോക്ക് നടന്നു എന്ന് പറയുമ്പോൾ അവന് ലഭിച്ച പ്രകാശം അനുസരിച്ചാണ് അവൻ നടന്നത്. അവൻ നടന്നു. അപ്പം നമുക്കും നടക്കുവാൻ സാധിക്കും. ഇനി ആ ഉൽപ്പത്തി പുസ്തകം തന്നെ 5-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് യഹോവയോടുകൂടെ നടന്നു എന്ന് മാത്രമല്ല, നടക്കുകയും പുത്രന്മാരെയും പുത്രിമാരെയും. അതിന്റെ ആശയം എന്നാ? ഒരു കുടുംബത്തിലെ ഒരു നല്ല കുടുംബസ്ഥനായിട്ട് നല്ലൊരു കുടുംബജീവിതം നയിച്ചുകൊണ്ട് വീടിന്റെ കാര്യമൊക്കെ നന്നായിട്ട് നോക്കി അവൻ ജീവിച്ചെന്ന അർത്ഥം. ഭക്തനാണെന്ന് പറഞ്ഞ് അങ്ങ് നടക്കുമല്ലായിരുന്നു. മനസ്സിലായോ? നോക്കേണ്ട ഭൗതിക കാര്യങ്ങള് ഒന്നിനും കുറവ് വരുത്താതെ നോക്കി, വീട്ടുകാരും നോക്കി, കുടുംബക്കാരും നോക്കി, എല്ലാ കാര്യങ്ങളും നോക്കി ഭദ്രമായിട്ട് മുമ്പോട്ട് ജീവിച്ചു. ആ കൂട്ടത്തിൽ ഒരു കുറവും വരുത്താതെ ദൈവത്തോടു കൂടെ നടക്കുകയും ചെയ്തു. ഇത് രണ്ടും കൂടെ നമ്മൾ തുലനം ചെയ്തു പോകേണ്ട കാര്യമാണ്. ഭക്തി അങ്ങോട്ട് കൂടുമ്പം വീട്ടിലെ കാര്യവും നോക്കത്തില്ല, മറ്റു കാര്യം നോക്കത്തില്ല, പിന്നെ കർത്താവിന്റെ കാര്യം എന്ന് പറഞ്ഞ് മാത്രം നടക്കുന്നത് തെറ്റാണ്. വീട്ടിലെ കാര്യം മാത്രം നോക്കിയാൽ പോരാ, കർത്താവിന്റെ കാര്യം നോക്കണം. അപ്പം ഹാനോക്കിനെ സംബന്ധിച്ച് ദൈവത്തോടു കൂടെ നടന്നു എന്ന് പറയുമ്പോൾ താൻ പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു എന്ന് അവിടെ പറഞ്ഞിരിക്കുന്ന ആശയം 2 കാര്യവും താൻ ഒരുപോലെ ചെയ്തു എന്ന ഒരു സാധാരണ ക്രിസ്ത്യ ജീവിതം താൻ നന്നായിട്ട് നയിച്ചു എന്ന പറഞ്ഞതിന്റെ ആശയം. അതുകൊണ്ട് നടക്കുന്നു എന്ന് പറഞ്ഞതിന്റെ ആശയം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. നടപ്പ് ജീവിതത്തെ കാണിക്കുന്നതാണ്. എഫെസ്യർ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, നിങ്ങൾ പണ്ട് നടന്ന ആ അജ്ഞാന കാലത്തെ മോഹങ്ങളെ മാതൃയാക്കി ജീവിക്കല്ലേ. പത്രോസ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ജാതികൾ നടന്നതുപോലെ വ്യർത്ഥബുദ്ധി അനുസരിച്ച് ഇനി മേലാൽ നടക്കരുത്. പിന്നെ എങ്ങനെ നടക്കണം? പരിജ്ഞാനമുള്ളവരായി നടക്കണം, വെളിച്ചത്തിൽ നടക്കണം, വിവേകത്തോടെ നടക്കണം. അങ്ങനെ ധാരാളം വാക്യങ്ങൾ ബൈബിളിലുണ്ട്. അപ്പം നടപ്പ് എന്ന് പറയുന്നത് നമ്മളിങ്ങനെ 2 കാലം നടക്കുന്ന കാര്യത്തെക്കുറിച്ചല്ല,
ജീവിതം എന്ന് പറയുന്നതിന് മറ്റൊരു വാക്കാണ് നടപ്പ്. നമ്മുടെ നടപ്പ് ദൈവത്തോടു കൂടി ആയിരിക്കണം എന്നാ പറഞ്ഞതിൻ്റെ ആശയം. അങ്ങനെ ഹാനോക്കിന്റെ നടപ്പ് ആരംഭിക്കുന്നു. ഇനിയും രണ്ടാമത് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന വാക്ക് മുമ്പ് പറഞ്ഞല്ലോ, യൂദാലേഖനം നോക്കിയേ, അതിന്റെ 14-ാമത്തെ വാക്യം. യൂദാലേഖനം 14-15 വാക്യത്തിൽ താൻ ചില കാര്യം പ്രവചിക്കുന്നുണ്ട്. ആദം മുതൽ 7-മനായ ഹാനോക്കും ഇവരെക്കുറിച്ച്, ഇവരെന്ന് പറഞ്ഞാൽ തെറ്റായി ജീവിക്കുന്ന ദുർവേഷ്ടക്കന്മാര്, കള്ളം പറയുന്നവര്, അങ്ങനെയുള്ള പറയുന്നത് ഇവരെക്കുറിച്ച്, ഇതാ കർത്താവ് എല്ലാവരെയും വിധിക്കുവാനും അവർ അഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികളും നിമിത്തം ഭക്തികെട്ട പാപികൾ തന്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങളും നിമിത്തവും ഭക്തികെട്ടവരെയൊക്കെയും ബോധം വരുത്തുവാനും 1000 വിശുദ്ധന്മാരോടുകൂടെ വന്നിരിക്കുന്നു എന്ന് പ്രവചിച്ചു. ആ വന്നിരിക്കുന്നു പറഞ്ഞ കാര്യം വരുവാൻ പോകുന്ന കാര്യമാണ്. കർത്താവ് വിശുദ്ധന്മാരുമായി ഭൂമിയിലേക്ക് വന്ന് ന്യായം വിധിക്കുന്ന എപ്പോഴാണെന്ന് ചോദിച്ചാൽ, കർത്താവ് ആദ്യം വരുന്നത് മധ്യാകാശത്തിലാണ്. മധ്യാകാശത്തിൽ വരുമ്പോൾ മരിച്ച വിശുദ്ധന്മാർ ഉയർക്കും, ശേഷിക്കുന്ന വിശുദ്ധന്മാർ രൂപാന്തരപ്പെടും, ഒന്നിച്ചെടുത്തുകൊള്ളപ്പെടും. ആ സമയത്ത് ഈ ഭൂമിയിൽ 7 വർഷം മഹോദരകാലം ഉണ്ടാകും. അതിനുശേഷം കർത്താവ് സകല വിശുദ്ധന്മാരുമായിട്ട് ഭൂമിയിലേക്ക് വരും. ആ വരവ് 1000 ആണ്ട് വാഴ്ചയും പിന്നീടുള്ള ന്യായവിധിയുമാണ്. താൻ പറഞ്ഞ ആ ന്യായവിധിയെക്കുറിച്ചാണ് ഹാനോക്ക് അന്ന് പറഞ്ഞത്. കർത്താവ് യേശുക്രിസ്തു രണ്ടാമത്തെ വരവിന് 2-ാം ഘട്ടത്തെക്കുറിച്ച് പറയുക, ന്യായവിധിയെക്കുറിച്ച് പറയുക. അപ്പൊ അത്രമാത്രം കാഴ്ചപ്പാട് ദൈവം തനിക്ക് കൊടുത്തു. ആ പ്രവചനമാണ് താൻ നടത്തിയതെന്ന പറഞ്ഞതിന്റെ അർത്ഥം. ഞാൻ ആ ഭാഗം പറയുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ വരുന്ന വേറെ ചിന്തയുണ്ട്, ഞാൻ ഇങ്ങോട്ട് പറയാം. ഹാനോക്ക് ഇത് പറയുമ്പോൾ, ഹാനോക്ക് ഒന്ന് ഭക്തിയോട് ജീവിച്ച മനുഷ്യനാണ്. ഭക്തിയുടെ അഭക്തി 4 പ്രാവശ്യം ഒറ്റവാക്യത്തിലുണ്ട്. പിന്നെ പാപികൾ എന്ന വാക്കുണ്ട്, നിഷ്ഠൂര പ്രവൃത്തികൾ എന്ന വാക്കുണ്ട്. താൻ ഈ കാര്യത്തെയൊക്കെ ശക്തമായിട്ട് അപലപിക്കുക. മനസ്സിലായോ? അപ്പം ഭക്തിയുടെ കുറിച്ചും ഭക്തികെട്ട കാര്യങ്ങളെക്കുറിച്ചും ഭക്തികെട്ട പ്രവൃത്തിയെക്കുറിച്ചും ശക്തമായിട്ട് അക്കാലത്ത് പ്രവചിക്കണമെങ്കിൽ, പ്രസംഗിക്കണമെങ്കിൽ താൻ ആരാ? ഭക്തനാ. ചുമ്മാതെ പറ്റത്തില്ല. മനുഷ്യന്റെ മുഖത്ത് നോക്കി ചില കാര്യം പറയുമ്പം ആ കാര്യം തിരിച്ചു ചോദിക്കാനിടയാകാൻ പാടില്ല. തന്നോട് ചോദിക്കത്തില്ലായിരുന്നു. ഞാൻ അത്ര ഭക്തിയോടെ ജീവിച്ച ഒരാളാണ്. ഇനി അവിടെ പറഞ്ഞിരിക്കുന്നത് താൻ പ്രസംഗിച്ചു എന്ന് പറയുമ്പോൾ, ഇതെന്റെ മനസ്സിൽ വന്ന ആശയം ഞാൻ കുറിച്ച് വെച്ചേക്കാണ്. നിങ്ങൾ പിന്നെ ചോദിച്ചാൽ ഞാൻ കണക്ക് പറഞ്ഞുതരാം. ഇദ്ദേഹം ഇദ്ദേഹത്തിന് 308 വയസ്സുള്ളപ്പോൾ ആദമിന് 622 വയസ്സാണ്. മനസ്സിലായോ? ഇദ്ദേഹത്തിന് 308 വയസ്സുള്ളപ്പം ആദമിന് 622 വയസ്സാണ്. പിന്നെ എത്ര വർഷം കൂടി ജീവിച്ചിരുന്നു ഇദ്ദേഹം? 308 പോയിട്ട് 57 വർഷം ഹാനോക്ക് ജീവിച്ചിരുന്നു. 365 വർഷം അതിൻ്റെ ജീവിതം. അപ്പം പിന്നെ അത്രയും വർഷം കൂടെ താൻ ജീവിച്ചിരുന്നു. അപ്പൊ ആദം മരിക്കുമ്പോൾ ഇദ്ദേഹം ഉണ്ട്. അങ്ങനല്ലേ ഞാൻ പറഞ്ഞതിൻ്റെ ആശയം? ആദം മരിക്കുമ്പം 308 വയസ്സുള്ള ഒരാളായിട്ട് ഇദ്ദേഹം ഉണ്ട്. അപ്പൊ നമ്മുടെ ഇന്നത്തെ രീതി അനുസരിച്ച് ആദമിന് ഒരു ശവസംസ്കാരമൊക്കെ കൊടുക്കുകയാണെങ്കിൽ, ഇന്നത്തെ രീതി അനുസരിച്ച് അനുസ്മരണ പറയാനും പ്രസംഗിക്കാനും ഒക്കെ അവസരം കൊടുക്കുകയാണെങ്കിൽ ആരായിരിക്കും പ്രസംഗിക്കുന്നത്? ഹാനോക്ക. കാരണം താൻ ആരാ? താൻ പ്രവാചകനും പ്രസംഗിയുമാണ്. അന്നത്തെ കാലത്ത് കർത്താവ് വരുവാൻ പോകുന്നുവെന്നും ഭക്തികേടിനെ, പാപത്തെ, നിഷ്ഠൂരതയെ ന്യായം വിധിക്കുമെന്നും ശക്തമായിട്ട് പറയാൻ പ്രാപ്തിയുള്ള ഒരാളാണെങ്കിൽ ഈ ശവസംസ്കാരത്തിൽ എന്ത് പറഞ്ഞു കാണും? ഈ പാപത്തിന്റെ എല്ലാം കാരണം നമ്മുടെ അപ്പച്ചനാ. പറയത്തില്ലയോ? നിശ്ചയമായിട്ട് പറഞ്ഞു കാണും. അത്ര തൻ്റെ ഉള്ള മനുഷ്യനാണ്. അതിന്റെ കാരണം ഞാൻ പറയാം. നടക്കുന്ന ആരുടെ കൂടാ? ദൈവത്തിലൂടെ. കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെ, ചെന്നായ്ക്കളുടെ മുമ്പ് നിൽക്കുന്നു, കുഞ്ഞാടുകളെ അങ്ങോട്ട് ചെല്ലുന്നു. കുഞ്ഞാട് പോകുന്ന ആരുടെ കൂടാ? യഹൂദ ഗോത്രത്തിന്റെ സിംഹത്തിന്റെ കൂടാ. മനസ്സിലായോ? കർത്താവ് യഹൂദ ഗോത്ര സിംഹമാ. സിംഹവും കുഞ്ഞാടും കൂടെ നടന്നു പോവാ. ചെന്നാ ഇങ്ങോട്ട് വരുന്നു. ചെന്നാ അവിടെ നിൽക്കുമ്പോ ഓടുമോ?
ഈ ബോധ്യം ആർക്കുണ്ടായിരുന്നു? ഹാനോക്കിനുണ്ടായിരുന്നു. ഞാൻ നടക്കുന്ന കർത്താവിൻ്റെ കൂടെ, ഞാൻ നടക്കുന്നത് എൻ്റെ ഭാവിയെക്കുറിച്ചും വരാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചും എനിക്ക് ബോധ്യപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ കൂടെ. അതുകൊണ്ട് വല്യപ്പൻ മരിച്ചു കിടക്കുക. ആദം വളരെ ഫേമസ് ആളാ, പക്ഷെ അദ്ദേഹത്തിന്റെ പാപമാണ് ലോകത്തെ മുഴുവൻ പാപത്തിലാക്കിയെന്നും കർത്താവ് വന്ന് മരിച്ചടക്കപ്പെട്ട് പോയിട്ട് വീണ്ടും വരുമെന്നും ഞാൻ പ്രസംഗിച്ചത് ഇതുകൊണ്ടാ നിശ്ചയമായിട്ടും അദ്ദേഹം പറഞ്ഞു കാണുന്നതാണ് എൻ്റെ ബോധ്യം. അത് പറയണം. ഇനി ദൈവത്തിൻ്റെ കൂടെ നടക്കുന്നവർക്ക് ചെന്നായ്ക്കളെ പേടിപ്പാൻ ആവശ്യമില്ല. യഹൂദ ഗോത്രത്തിൽ സിംഹം കൂടെ ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ഇന്ന് നമുക്ക് ആവശ്യം സഭകളിൽ ഉള്ള കാര്യം ഉള്ളതുപോലെ പറയുന്നവരെയാ. മനസ്സിലായോ? കൺവെൻഷൻ നടത്തിയാലും ക്യാമ്പ് നടത്തിയാലും കോൺഫറൻസ് നടത്തിയാലും വരുന്നവർക്ക് സന്തോഷകരമായ നിലയിൽ മാത്രം ചില കാര്യങ്ങൾ പറഞ്ഞ് പിരിയാൻ പാടില്ല. ദൈവമക്കളുടെ മധ്യേ ഉള്ള സഭയിലുള്ള പരാജയങ്ങളെ ചൂണ്ടിക്കാണിക്കണം. അതിന് ഭയപ്പെടുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം നടക്കുന്നത് ആരോടല്ല? സിംഹത്തിൻ്റെ കൂടല്ല. സിംഹത്തിനോട് നടക്കുന്നവർക്ക് ആർക്കും ഭയപ്പെടാൻ ആവശ്യമില്ല. എന്നെ ആ ഒരു വാക്ക് എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചതാണ്. ഞാൻ കണക്ക് കൂട്ടി വെച്ചിട്ടുണ്ട്. 130, 105, 90, 70, 65, 162 അത്രയും കൂട്ടുമ്പോൾ 622 ആകും. ഇത് പലരുടെ വയസ്സാണ്. അതിൻ്റെ കൂടെ 300 കൂട്ടിയാൽ ആദമിൻ്റെ പ്രായമായി 930 വർഷമായി. ഈ മനുഷ്യൻ പിന്നെയും 57 വർഷം കൂടെ ജീവിച്ചിരുന്ന് കർത്താവിൻ്റെ കൂടെ നടന്നു. അപ്പോൾ ഭയപ്പെടാത്തൊരു മനുഷ്യൻ. മടങ്ങി വരാം. എബ്രായ ലേഖനം 11 അധ്യായം 5 വാക്യം. വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചുവെന്ന് സാക്ഷ്യം ലഭിച്ചു. ദൈവത്തെ പ്രസാദിപ്പിച്ചു. അപ്പോൾ എന്താ കാരണം? മനുഷ്യനെ പ്രസാദിപ്പിച്ചില്ല. പൗലോസ് പറഞ്ഞു, ഞാൻ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് മനുഷ്യനെ പ്രസാദിപ്പിക്കാനായിട്ട് കഴിയത്തില്ല. രണ്ടും കൂടെ സാധിക്കത്തില്ല. നമ്മുടെ കർത്താവ് പറഞ്ഞായിരുന്നല്ലോ, ആ പർവ്വത പ്രസംഗത്തിൽ പറയുമ്പോൾ പല കാര്യം പറഞ്ഞിട്ട് പറഞ്ഞു, 2 യജമാനന്മാരെ സേവിപ്പാനായിട്ട് ആർക്കും കഴിയത്തില്ല. അങ്ങനെ ഒത്തിരി 2ന്റെ കാര്യം പറഞ്ഞു. ഒരു വൃക്ഷത്തിൽ നിന്ന് മറ്റൊരു ഫലം ഉണ്ടാകത്തില്ല. വിശാലമായ സ്ഥലത്ത് ജീവിച്ചിട്ട് സ്വർഗ്ഗത്തിൽ പോകാൻ പറ്റത്തില്ല. ഇടുങ്ങിയ സ്ഥലമുണ്ട്. അപ്പൊ 2 വഴിയുണ്ട്, 2 കെട്ടിടമുണ്ട്, 2 മരങ്ങളുണ്ട്. ഈ ഒത്തിരി കാര്യം കർത്താവ് 2ന്റെ കാര്യം പറഞ്ഞു. എന്ന് പറഞ്ഞതുപോലെ ദൈവത്തെയും മനുഷ്യനെ കൂടെ പ്രസാദിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അസാധ്യമായിരിക്കുന്ന കാര്യമാണ്. ഇദ്ദേഹം ദൈവത്തെ പ്രസാദിപ്പിച്ചുവെന്ന് ജീവിച്ചിരുന്നപ്പോൾ തന്നെ സാക്ഷ്യം പ്രാപിച്ചു. അതിന്റെ കാരണം മനുഷ്യനെ പ്രസാദിപ്പിക്കുന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു ശ്രദ്ധയുമില്ലായിരുന്നു. ഈവൻ മുമ്പ് പറഞ്ഞതുപോലെ അങ്ങനെ സംഭവിച്ചെങ്കിൽ, എങ്ങും ബൈബിളിലും രേഖപ്പെടുത്തിയിട്ടില്ല, ആദമിന്റെ കാലത്ത് അങ്ങനെ സംഭവിച്ചെങ്കിൽ അത്ര ശക്തനാത്താൻ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിൽ തനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ലായിരുന്നു. ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന 3 കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്നാമത്തേത്, ശിഷ്യന്മാർ ചോദിച്ചു, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി ചെയ്യേണ്ടത് എന്താ? എന്നെ കർത്താവ് പറഞ്ഞ മറുപടി, അവൻ അയച്ചവനിൽ വിശ്വസിക്കുന്നതാണ്. അതാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന കാര്യം എന്ന് പറഞ്ഞ് രക്ഷിക്കപ്പെടുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയാണ് അത്. രണ്ടാമത്തെ കാര്യം ഇത് വായിച്ച് എഫെസ്യർ ലേഖനം 5 അധ്യായം 9 വാക്യം. ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് എഫെസ്യർ 5:9. കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടക്കുക. അപ്പൊ എന്താ പ്രസാദം? വെളിച്ചത്തിൽ നടക്കുക. 1, രക്ഷിക്കപ്പെടുക, ദൈവത്തിന് പ്രസാദമാണ്. 2, വെളിച്ചത്തിൽ നടക്കുക, ദൈവത്തിന് പ്രസാദമാണ്. വെളിച്ചത്തിൽ നടക്കുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് സകല ക്രിസ്ത്യ ജീവിതവും അടങ്ങിയിട്ടുണ്ട്. വെളിച്ചത്തിൽ ഒന്നും മറച്ചു വെക്കാൻ പറ്റത്തില്ല. വെളിച്ചമുള്ളപ്പോൾ മനുഷ്യൻ തെറ്റ് ചെയ്യാൻ താല്പര്യപ്പെടുത്തുമില്ല. കാരണം എന്നാ? ആൾക്കാർ പെട്ടെന്ന് കാണും, മടിയും വരും. വെളിച്ചത്തിൽ ജീവിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ദൈവത്തിന് പ്രസാദമുള്ള കാര്യമാണ്. ഇനിയും 11 അധ്യായത്തിലേക്ക് മടങ്ങി വരാം. എബ്രായ ലേഖനം അതിന്റെ 6 വാക്യം നോക്കിക്കേ. എബ്രായ ലേഖനം 11:6. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയത്തില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്തുവാ? വിശ്വാസത്തിൽ നിലനിൽക്കണം. വിശ്വസിക്കുമ്പോൾ ദൈവത്തിന് പ്രസാദമാണ്, ജീവിക്കുമ്പോൾ ദൈവത്തിന് പ്രസാദമാണ്, വിശ്വാസത്തിൽ നിലനിൽക്കുമ്പോൾ ദൈവത്തിന് പ്രസാദമാണ്. 6 വാക്യം മുഴുവൻ വായിച്ചാൽ എങ്ങനെ പറഞ്ഞേക്കെന്നറിയാമോ? വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പാനായിട്ട് കഴിയത്തില്ല. പിന്നെന്തുവാ?
ദൈവത്തിനടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കണം. പിന്നെ തന്റെ അന്വേഷിക്കുന്നവർക്ക് അതിന്റെ ആ കാലം, സമയം ഞാൻ പറയട്ടെ. ദൈവത്തിനടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കണം. ഇപ്പോൾ നമ്മൾ വിശ്വസിക്കേണ്ട എന്തുവാ? ദൈവം ഉണ്ട്. തന്റെ അടുക്കൽ വരുന്നവർക്ക് പ്രതിഫലം കിട്ടും. അതെപ്പോഴാ? അങ്ങ് ചെല്ലുമ്പോഴാ. ഒന്നിൽ മരിച്ച് അവിടെ ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ കർത്താവിന് വരവിന് ശേഷം നമ്മൾ അവിടെ ചെല്ലുമ്പോഴാ. അവിടെ ചെല്ലുമ്പോഴേ നമുക്ക് പ്രതിഫലം കിട്ടത്തുള്ളൂ. അപ്പോൾ കർത്താവിൻ്റെ അടുത്ത് വരുന്ന ഒരാള് ആ വിശ്വാസത്തിൽ തന്നെ തുടരുകയും വേണം. ഈ വിശ്വാസത്തിന്റെ അവസാനം മരിച്ചാൽ അവിടെ ചെല്ലുമ്പോൾ പ്രതിഫലം തരുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുകയും വേണം. പ്രതിഫലം കിട്ടണം എന്ന് വിശ്വസിക്കുന്ന ഒരാള് വെളിച്ചത്തിൽ ജീവിക്കും. നമ്മൾ ആദ്യം പോലെ പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടല്ലോ. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ വീരന്മാരായി തീരണം. അതിനാണ് നമ്മുടെ ഈ ക്ലാസ്. ഹാബേൽ വീരനായത് എങ്ങനെയാ? യാഗം അർപ്പിച്ചപ്പോഴാ. ഹാനോക്ക് വീരനായത് എങ്ങനെയാ? നടപ്പിലൂടെയാ, വിശ്വാസത്താലുള്ള നടപ്പിലൂടെയാ. നമ്മുടെ നടപ്പ് മെച്ചപ്പെട്ടാൽ നിശ്ചയമായിട്ടും അതിന്റെ പ്രതിഫലം കിട്ടും എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. ഇനിയും അടുത്ത് പറഞ്ഞിരിക്കുന്നത് അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചുവെന്ന് സാക്ഷ്യം പ്രാപിച്ചു എന്നാണ്. എപ്പോഴാ? ജീവിച്ചിരുന്നപ്പോൾ. നമുക്കറിയാം, ഈ സംസ്കാര സമയത്ത് അനേക അനുസ്മരണ പറയും, സാക്ഷ്യം പറയും. ഒരു തെറ്റ് വരത്തില്ല. ഞാൻ അതിനൊരിക്കലും കുറ്റം പറയത്തില്ല. പറയട്ടെ, നല്ല കാര്യമാണ്. എന്തിനാ? മക്കളും കുടുംബങ്ങളും കൊച്ചുമക്കളും സഭാവിശ്വാസവും ഒക്കെ അത് കേൾക്കണം. പലർക്കും അറിയാത്ത ചില കാര്യങ്ങൾ ഇവർ ചെയ്തിട്ടുണ്ട് രഹസ്യമായിട്ട് കർത്താവിന് വേണ്ടി. അത് പറയട്ടെ. ആ പറയുന്നത് അവർ കേൾക്കുന്നില്ലല്ലോ, അതുകൊണ്ട് പ്രതിഫലത്തെ ബാധിക്കത്തില്ല. അവർ പ്രതിഫലം കിട്ടിക്കോളും. കേൾക്കുന്ന നമുക്ക് ഇവരിങ്ങനെയൊക്കെ ആയിരുന്നല്ലോ എന്ന് അറിയുമ്പോൾ നമുക്കും അങ്ങനെ ജീവിക്കാനുള്ള താല്പര്യം ഉണ്ടാകണം. അതിനാണ് ഈ സാക്ഷ്യം പറയുന്നത്. ആരും കള്ളമൊന്നും പറയത്തില്ല. എന്നാൽ അതിനകത്ത് രഹസ്യം ഞാൻ പറയാം. ആ വ്യക്തിയുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ന്യൂനത കാണും. ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല. പക്ഷെ ആരെങ്കിലും ന്യൂനത പറഞ്ഞു കേട്ടിട്ടുണ്ടോ? അനുസ്മരണ സമയത്ത് പറയത്തില്ല. അത് പറയാൻ ആവശ്യമില്ല. അത് പിൻപറ്റാൻ പറ്റുന്നതല്ല. ഉണ്ടെങ്കിൽ പോലും ആരും പറയത്തില്ല. അവർ പോലും നല്ലതുണ്ടെങ്കിൽ അത് ചികഞ്ഞെടുത്ത് അത് മാത്രം പറയും. അത് മാത്രം പറഞ്ഞാൽ മതി, അത് മാത്രമേ പറയാവൂ. പക്ഷെ ഇവിടെ സംഭവിച്ച അങ്ങനെയല്ല. മരിച്ചപ്പോഴ് ആണോ? മരിച്ചില്ലല്ലോ, അടക്കിയില്ലല്ലോ. ജീവിച്ചിരുന്നപ്പോൾ തന്നെ നാട്ടുകാർ പറഞ്ഞു, ഉദ്ദേശി കൊള്ളാം, കർത്താവ് ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യനാ. നാട്ടുകാർക്കും അദ്ദേഹത്തെ പേടിയായിരുന്നു. സാക്ഷ്യം പറഞ്ഞു. നമ്മൾ ജീവിച്ചിരിക്കുമ്പം നമ്മളെക്കുറിച്ച് 4 പേര് പറയട്ടെ. നമ്മൾ കേൾക്കണമെന്നില്ല, അന്യോന്യം ആൾക്കാർ പറയട്ടെ. ആ നിലയിലുള്ള ജീവിതം നമുക്ക് ഉണ്ടാകണം. അതിന്റെ സാക്ഷ്യത്തെക്കുറിച്ച് ഒന്നൊരു വാക്ക് നമുക്ക് നോക്കാം. അപ്പോസ്തലരുടെ പുസ്തകം 4-ാം അധ്യായം. അപ്പോസ്തലന്മാരുടെ പ്രവർത്തന രീതി കണ്ടുകൊണ്ട് ആൾക്കാർ പറഞ്ഞ കാര്യമാണ്. ആക്ട്സ് ചാപ്റ്റർ 4 വേഴ്സ് 13 and 14, 13, 14 വാക്യങ്ങൾ വായിക്കുമ്പോൾ എന്താ നോക്കിക്കോ അവിടെ പറഞ്ഞേക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി 4, 13, 14. ആ ആ ആ ഇവ ഒരു നല്ല സാക്ഷ്യമല്ലയോ ഇത്? വിദ്യാഭ്യാസമില്ലാത്ത ആളുകൾ, സാധാരണക്കാരായ ആളുകൾ, സാധാരണ ജോലി ചെയ്യുന്ന ആളുകൾ ഇവരുടെ പ്രസംഗം കേട്ടപ്പോൾ, ഇവരുടെ ജീവിതം കണ്ടപ്പോൾ, ഇവരുടെ പ്രവൃത്തിയിലൂടെ ചില ആൾക്കാർ സൗഖ്യം പ്രാപിക്കുന്നത് കണ്ടപ്പോൾ ആശ്ചര്യപ്പെട്ടു. അവർ പറയുവാ, ഇവർ കർത്താവിന്റെ കൂടെ. അതാ വേണ്ടി പറയണം ആൾക്കാർ. അതിന് വിദ്യാഭ്യാസമല്ല വിഷയം, പണമല്ല വിഷയം, സ്ഥാനമാനമല്ല വിഷയം, ജീവിതമാണ് വിഷയം. അവരുടെ ജീവിതം കണ്ട്, സംസാരം കണ്ട്, ആ സംസാരത്തിന്റെ ഫലം കണ്ട് ജനങ്ങൾ പറയുക, ഇവർ യേശുവിന്റെ കൂടെ നടന്നവരല്ലേ. പറയണം. നല്ല സാക്ഷ്യമാണ്, വേറൊന്നും വേണ്ട. ഇനി 9-ാം അധ്യായം നോക്കിക്കേ. ആ പുസ്തകം തന്നെ 9-ാം അധ്യായം 20-ാമത്തെ വാക്യം പൗലോസിനെ കുറിച്ച് പറയുന്ന കാര്യമാണ്. ചാപ്റ്റർ 9 വേഴ്സ് 20. ആ ആ ആ മനസ്സിലായോ? ഇദ്ദേഹം പണ്ട് ആൾക്കാരെ കൊല്ലുമായിരുന്നു. ഇപ്പൊ ചാകാൻ പോലും തയ്യാറാ കർത്താവിന് വേണ്ടി. യഹൂദന്മാരുടെ മുഖത്ത് നോക്കി പറയുക, നിങ്ങൾ സംശയിക്കണ്ട, ഈ യേശു തന്നെയാണ് മശിഹ. അവർക്കത് മനസ്സിലായില്ല. അവരെ പഠിപ്പിച്ച് ബോധ്യപ്പെടുത്തി കൊടുത്തു.
അത് കേട്ടപ്പോൾ ആൾക്കാർ പറയും, ഇവനല്ലയോ പണ്ട്. ഇതാ സാക്ഷ്യം. ഇനി അതിന് 11 അധ്യായം നോക്കി. 11 അധ്യായം 24 വാക്യം. പ്രവൃത്തി 11:24 ബർന്നബാസിനെ കുറിച്ച് പറയുന്ന കാര്യമാണ്. അവൻ നല്ല മനുഷ്യനാ, പരിശുദ്ധാത്മാവ് നിറഞ്ഞവനാ, വിശ്വാസം നിറഞ്ഞവനാ. മനസ്സിലായോ? ഇത് ദൈവാത്മാവ് രേഖപ്പെടുത്തുന്ന കാര്യമാണ്. ലൂക്കോസിനെ കുറിച്ച് എഴുതിപ്പിച്ച കാര്യമാണ് ബർന്നബാസിനെ കുറിച്ച്. ഇതൊക്കെ പോരാ ഒരു മനുഷ്യനെ കുറിച്ച് പറയാനായിട്ട്. നല്ലവനാണെന്ന് ജീവിച്ചിരിക്കുമ്പോൾ ആൾക്കാർ പറയട്ടെ. പത്രോസിനെ കുറിച്ച് പറഞ്ഞു, യോഹന്നാനെ കുറിച്ച് പറഞ്ഞു, ബർന്നബാസിനെ കുറിച്ച് പറഞ്ഞു. ഇനി അതിന്റെ 26 വാക്യം നോക്കിക്കേ. വേറൊരു വാക്കുണ്ടല്ലോ 11:26. ആ ആ അപ്പോൾ ഇതൊരു സാക്ഷ്യമാണോ? ക്രിസ്ത്യാനി എന്ന വാക്ക് ബൈബിളിൽ ആദ്യം വരുന്നത് എവിടെയാ? ഇവിടെ. ഇത്രയും പുസ്തകത്തിൽ ഇത്രയും പേജുണ്ട്. ഈ പേജിലെങ്ങും ക്രിസ്ത്യാനി എന്നൊരു വാക്കില്ല. ആദ്യം ക്രിസ്ത്യാനി എന്ന പേര് വരുന്നത് ഈ ഭാഗത്താണ്. എന്താ കാര്യം? അവർ കുറേ നാളോട് താമസിച്ചു, പ്രാർത്ഥിക്കുന്നു, പാട്ടുപാടുന്നു, പഠിപ്പിക്കുന്നു, പ്രവർത്തിക്കുന്നു, ജീവിക്കുന്നു. അത് കണ്ടപ്പോൾ നാട്ടുകാർ വിളിച്ച പേരാണ് ക്രിസ്ത്യാനി. എന്താ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം? ക്രിസ്ത്യൻ എന്ന് പറഞ്ഞാൽ ക്രൈസ്റ്റ് എന്ന് എഴുതിയിട്ട് IAN എന്നിട്ടാൽ എന്താകും? ക്രിസ്ത്യൻ അല്ലയോ? ക്രിസ്ത്യനാകും. ഈ IA എന്ന് പറഞ്ഞ അക്ഷരത്തിന് ഒത്തിരി പ്രാധാന്യമുണ്ട്. ഇന്ത്യ എന്ന് എഴുതിയിട്ട് IA എന്നിട്ടാൽ എന്താ അർത്ഥം? ഇന്ത്യൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇന്ത്യക്കാരൻ, ഇന്ത്യക്കുള്ളവനെന്ന. തമിഴ് എന്ന് എഴുതിയിട്ട് IA എന്നിട്ടാലോ? തമിഴിയൻ എന്ന് വെച്ചാൽ അർത്ഥം എന്തുവാ? തമിഴ്നാട്ടുകാരൻ, തമിഴ് സംസാരിക്കുന്നവൻ എന്ന. ബിലോങ്സ് ടു എന്നതിൻ്റെ അർത്ഥം. ബിലോങ്സ് ടു, അതിനുള്ളത്, അവർക്കുള്ളത് എന്ന. ക്രൈസ്റ്റ് IAN എന്ന് വെച്ചാൽ അർത്ഥം എന്തുവാ? ക്രിസ്തുവിനുള്ളവൻ. മനസ്സിലായോ? നാട്ടുകാരിട്ട പേരാ. ഇവരാർക്കുള്ളവരാ? ക്രിസ്തുവിനുള്ളവരാ. അതങ്ങനെ പേര് വന്നത്. നമ്മളെക്കുറിച്ച് അങ്ങനെ പറയണം. ക്രിസ്തുവിനുള്ളവരാണെന്ന് പറഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു കാര്യമാണ്. അത് സാക്ഷ്യത്തിൻ്റെ കാര്യം ഞാൻ അവിടെ അവസാനിപ്പിക്കുക. ഇനി ഒന്നുകൂടെ പറഞ്ഞിരിക്കുന്നത്, മടങ്ങി വന്നേ, February 11:5 മടങ്ങി വന്നേ. അവിടെ വായിക്കുന്നത്, അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. എടുക്കപ്പെടുന്നതിന് മുമ്പ്, ടുക്കപ്പ്, എടുത്തു എന്ന വാക്ക് അവിടെ അതൊരു 2-3 വാക്ക് പറയാനുള്ള താല്പര്യമുണ്ട്. അതായത് ഇംഗ്ലീഷ് ഭാഷയോട് ചേർത്ത് എപ്പോഴും ബൈബിൾ വായിക്കുന്നതും കഴിയുമെങ്കിൽ പഠിക്കുന്നതും നന്നായിരിക്കും. പല ആശയങ്ങൾ നമുക്ക് അതിലൂടെ കിട്ടും. അവിടെ ഒന്ന് പറഞ്ഞിരിക്കുന്നത് ടുക്ക് ഹിം അപ്പ് എന്ന, അവനെ എടുത്തുകൊണ്ട് പോയി. ഷണ്ണനും ഫിലിപ്പോസും കൂടി യാത്ര ചെയ്തപ്പോൾ ഫിലിപ്പോസ് ഷണ്ണനോട് സുവിശേഷം പറഞ്ഞു. ഉടൻ തന്നെ സ്നാനപ്പെടാൻ തീരുമാനിച്ചു. തേര് നിർത്തി ഇരുവരും വെള്ളത്തിലിറങ്ങി. ഫിലിപ്പോസ് ഷണ്ണനെ സ്നാനപ്പെടുത്തി. പിന്നെ സംഭവിച്ചെന്തുവാ? ആത്മാവ് ഫിലിപ്പോസിനെ, അതേ വാക്കോട് പറഞ്ഞേക്കുന്നത്, അവനെ ഉയർത്തിക്കൊണ്ടുപോയി. പിന്നെ അവനെ കാണുന്നത് അസ്തോദില്, പിന്നെ കൈസരിയില്. തന്നെ എടുത്തുകൊണ്ട് പോയതാ. അദ്ദേഹം ഇട്ട വസ്ത്രത്തോടെ പോകുന്നത്. പിന്നെ സഹോദരന്മാർ ടീം പ്രവർത്തനത്തിന്, പൗലോസ് കൂടെയുള്ള ഒരു ടീം പ്രവർത്തനത്തിന് ചെന്നപ്പം കൈസരിയിൽ തനിക്ക് ഭാര്യയുണ്ട്, 3 കന്യമാരായ മക്കളുണ്ട്, ഈ ടീം അംഗങ്ങളിൽ താമസിക്കത്തക്കൊണ്ട സൗകര്യപ്രദമായ വീടുണ്ട്, ഭൗതിക നന്മകളുണ്ട്. ഇവിടുന്ന് പോയപ്പോൾ എങ്ങനെ പോയത്? ഇട്ട വസ്ത്രവുമായിട്ട്. ഇതിനകത്തൊരു ആത്മീയ അർത്ഥം കൂടി പറയാനുണ്ട്. കർത്താവിൽ വേല ചെയ്യുന്ന പ്രിയപ്പെട്ടവർ ഓർത്തിരിക്കേണ്ട കാര്യം, നമ്മൾ നമ്മക്കായിട്ടൊന്നും സമ്പാദിക്കാൻ ആവശ്യമില്ല. കർത്താവ് ഉയർത്തേണ്ടപ്പോൾ ഉയർത്തും, തരേണ്ടപ്പോൾ തരും, സഹായിക്കേണ്ടപ്പോൾ സഹായിക്കും. ആർക്കും ഒന്നിനും മുട്ടു വന്നിട്ടില്ല. ഫിലിപ്പോസ് ആരോടും തന്റെ ആവശ്യം പറഞ്ഞിട്ടില്ല. ദേവദാസന്മാർ ചെന്നപ്പം അവർക്ക് സുഭിക്ഷമായിട്ട് കഴിക്കുവാനും പാർക്കുവാനും ഒക്കെ പാർപ്പിടമുണ്ട്, ആഹാരമുണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. എവിടുന്ന് കിട്ടി? കർത്താവ് കൊടുത്തു. ഇവിടുന്ന് പൊക്കിക്കൊണ്ട് പോയതല്ലേ, അവനെ ഉയർത്തി കൊണ്ടുപോവാ. അത് പൊക്കി എന്നുള്ള അർത്ഥത്തിൽ ഉയർന്നത് മാത്രമല്ല, അതെല്ലാം ഉയർച്ചയും അതിനകത്തുണ്ട്. ആത്മീയ ഉയർച്ച, മാനസിക ഉയർച്ച, ശാരീരിക ഉയർച്ച, സാമ്പത്തിക ഉയർച്ച. ആത്മീയ ഉയർച്ചയും. പ്രവചിക്കുന്ന കന്യകമാരായ 3 പെൺമക്കളുണ്ട്. അക്കാലത്ത് പ്രവചനം ഉണ്ടായിരുന്ന കാലമാണെന്ന് ഓർക്കണം. ഞാൻ ഇപ്പോൾ അത് വിശദീകരിക്കുന്നില്ല. അപ്പോൾ ആത്മീയ നിലവാരവും താൻ ഉയർത്തിക്കൊണ്ടുപോകുന്നു. അപ്പോൾ ഉയർച്ച എന്ന് പറയുമ്പോൾ അതിന് അങ്ങനെ ഒരു അർത്ഥമുണ്ട്. രണ്ടാമത് ട്രാൻസ്ലേറ്റഡ് ഹിം എന്നുണ്ട്. അവനെ ആ വാക്ക് ഉപയോഗിക്കും, ട്രാൻസ്ലേറ്റഡ്. എന്താ ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ? ട്രാൻസ്ലേഷൻ നമ്മൾ സാധാരണ കേൾക്കുന്ന ഏത് കാര്യത്തിലാണ്?
ഇംഗ്ലീഷിൽ പ്രസംഗിച്ചു, മലയാളത്തിലേക്ക് അതിന് വ്യത്യാസമൊന്നുമില്ല. അത് ഇങ്ങോട്ടങ്ങ് മാറ്റി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക്, ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക്. വ്യത്യാസമൊന്നും വന്നിട്ടില്ല. ഇവിടെ ആയിരുന്നപ്പോൾ ആരോടെ നടന്നത്? അവിടോ വ്യത്യാസമൊന്നുമില്ല. അതാ ട്രാൻസ്ലേഷൻ. മൂന്നാമത്തേത് പറഞ്ഞിരിക്കുന്നത് ട്രാൻസ്ഫേർഡ് ഹിമെന്ന, അവനെ സ്ഥലം മാറ്റം കൊടുത്തത്. സ്ഥലം മാറ്റം, അവനെ ട്രാൻസ്ഫർ ചെയ്തു. ഇവിടുന്ന് എങ്ങോട്ടാ? സ്വർഗത്തിലേക്ക്. സാധാരണ ട്രാൻസ്ഫർ കൊടുക്കുന്നത് എങ്ങനെയാ? ട്രാൻസ്ഫർ വിത്ത് പ്രൊമോഷൻ. സ്ഥാനക്കയറ്റത്തോടുകൂടിയാണ് ഈ സ്ഥലം മാറ്റം കൊടുക്കുന്നത്. ഇവന് സ്ഥലം മാറ്റം കൊടുത്ത് അങ്ങനെയാ, പ്രൊമോഷനോട് അങ്ങോട്ട് കൊണ്ടുപോവുകയായിരുന്നു. എന്നാൽ ചിലർക്ക് സ്ഥലം മാറ്റം കൊടുക്കുന്നത് ഡീപ് പ്രൊമോഷനാണ്. അതാർക്കെന്നറിയാമോ? രക്ഷിക്കപ്പെടാത്തവർക്ക്. അവരെ താഴേക്കാണ് വിടുന്നത്, നമ്മളെ കൊണ്ടുവന്നത് മുകളിലേക്കാണ്. ആ നിലയിലുള്ള ഒരു അനുഗ്രഹം ഇദ്ദേഹത്തിനുണ്ടായി. നമുക്കും ഈ ഒരു അവസ്ഥ ഉണ്ടാകും. കർത്താവ് നമ്മളെ കൊണ്ടുപോകും. ഞാൻ ആ വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കത്തുള്ളൂ. ഇനി അതിന്റെ 5-ാം വാക്യം ഒന്നുകൂടെ വായിച്ച്. എബ്രായ ലേഖനം 11-ാമത്തെ വാക്യം. അപ്പൊ വിശ്വാസത്താൽ മരണം കാണാൻ എടുക്കപ്പെട്ടെന്ന് പറഞ്ഞാൽ എല്ലാ വിശ്വാസികളും മരണം കാണാൻ എടുക്കപ്പെടുമോ? കൺഫ്യൂഷനായോ? എല്ലാ വിശ്വാസികളും മരണം കാണാൻ എടുക്കപ്പെടുമോ? ഇല്ല. ദൈവത്തിന് ചിലരെക്കുറിച്ച് ചില ഉദ്ദേശമുണ്ട്, എല്ലാവരെ കുറിച്ചും ഉദ്ദേശമല്ല. ഹാബേല് മരിക്കുമായിരുന്നു, അല്ലേ? അല്ലെങ്കിൽ കൊല്ലപ്പെടുമായിരുന്നു. ഹാനോക്ക് എടുക്കപ്പെടുമായിരുന്നു. അബ്രഹാമോ കാലസമ്പൂർണനായി വയസ്സനായി മരിക്കുമായിരുന്നു. 3 പേര് ദൈവമക്കളല്ലേ? 3 പേരും വിശ്വാസവീരന്മാരല്ലേ? ഒരാൾ മരിച്ചു, ഒരാൾ മരിക്കാതെ എടുക്കപ്പെട്ടു, ഒരാൾ കാലസമ്പൂർണനായി വയോധികനായി മരിച്ചു. ഇങ്ങനെ ഇവിടെ ഇരിക്കുന്ന നമ്മളെ എല്ലാവരെയും കുറിച്ച് ദൈവത്തിന് പല ഉദ്ദേശങ്ങളാണ്. പക്ഷെ നമ്മളെല്ലാവരും ആരാ? വിശ്വാസികളാണ്. എന്നാൽ നമ്മൾ എടുക്കപ്പെടുമോ എന്ന് ചോദിച്ചാൽ എടുക്കപ്പെടും. എല്ലാവരും എടുക്കപ്പെടും. വാക്യം പറയട്ടെ. കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പുരാതന ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവര് ആദ്യം ഉയർക്കും. പിന്നെ ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെടും. അവരോട് ഒരുമിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുമോ? മരിച്ചാലും എടുക്കപ്പെടും, ജീവിതത്തിനും എടുക്കപ്പെടും. അപ്പൊ നമ്മളും എടുക്കപ്പെടുമല്ലോ. എടുക്കപ്പെടും. എന്റെ പ്രിയമുള്ളവരെ, എന്തായിരുന്നാലും എടുക്കപ്പെടും. എന്തായിരുന്നാലും എടുക്കപ്പെടും. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ജീവിക്കുന്നിടത്തോളം കാലം ദൈവത്തോടു കൂടെ നടക്കണം. മനസ്സിലായോ? വേണ്ടവണ്ണം നടന്നില്ലെങ്കിലും വേണ്ടവണ്ണം പ്രയോജനപ്പെട്ടില്ലെങ്കിലും എടുക്കപ്പെടുമോ? എടുക്കപ്പെടും. സംശയമൊന്നുമില്ല. എടുക്കപ്പെടുന്നത് ജീവിതത്തിന് പ്രത്യേകത ഉണ്ടല്ല, വിശ്വാസം ഒന്നുകൊണ്ട് മാത്രമാണ്. എന്നാൽ കുറച്ചുകൂടെ മെച്ചമായി ജീവിക്കാമെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ എന്ത് കിട്ടും? ഇനി ഒറ്റ വാക്കുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക. യൂദാലേഖനത്തിൽ ആരംഭിക്കുന്നത് എങ്ങനെയാ? 14-ാമത്തെ വാക്യത്തിൽ ആദം മുതൽ ഏഴാമനായ ഹാനോക്ക്. ആദം മുതൽ ഏഴാമനായ ഹാനോക്ക്. ആദം അസ്വസ്ഥനായിട്ടാണ് പോയതെന്ന് വേണം പറയാൻ. പാപം ചെയ്ത് പാപിയായി അവിടുന്ന് ഇറക്കി വിട്ടു. വസ്ത്രം കൊടുത്താൽ ഇറക്കി വിട്ടത്, പാപം പരിഹരിച്ച് ഇറക്കി വിട്ടു, സംശയമൊന്നുമില്ല. എങ്കിലും ആദ്യത്തെ വ്യക്തി പാപം ചെയ്ത് അസ്വസ്ഥനാണ്. താൻ മുതൽ ഏഴാമനായ ഹാനോക്ക്. 7 എന്ന് പറയുന്നത് സംഖ്യ നമുക്കറിയാമല്ലോ. ഇന്നലെ കാണിക്കുന്നതാ സ്വസ്ഥത, പൂർണ്ണത, വിശ്രമമൊക്കെ കാണിക്കുന്ന. 7-ാം ദിവസം ദൈവം ദേശത്തെ അനുഗ്രഹിച്ച് സ്വസ്ഥമായിരുന്നു. ആദ്യം മുതൽ ഏഴാമനായ ഹാനോക്ക് ഇപ്പൊ അവിടെ എങ്ങനെ ഇരിക്കുക? സ്വസ്ഥമായിട്ടിരിക്കുക. ഒരു പിരിമുറുക്കവും ഇല്ല. കാരണം തനിക്കറിയാം, ഞാൻ നടന്നത് മെച്ചമായിട്ടാ, ജീവിച്ചത് വ്യക്തമായിട്ടാ, കർത്താവ് എന്നെയും കൊണ്ടുവരുന്നതാ. അവൻ കർത്താവിൻ്റെ കൂടെ സ്വസ്ഥമായിട്ടിരിക്കുക. നമുക്ക് ഇങ്ങനൊരു പൂർണ്ണ സ്വസ്ഥത കർത്താവ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അത് കർത്താവ് വരുമ്പോൾ നമുക്ക് ലഭിക്കും. അതുവരെ നമുക്ക് ജീവിക്കാം, നമുക്ക് നടക്കാം, ജീവിക്കേണ്ടവർ ജീവിക്കാം. പക്ഷേ ഒരു കാര്യം ഓർക്കണം, ലഭിച്ച പ്രകാശം അനുസരിച്ച് നടക്കണം. ഈ നാളുകളൊക്കെ നമ്മൾ ബൈബിൾ വായിക്കുകയും പഠിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ദൈവം നമ്മളോട് ചില കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ആ പ്രകാശത്തിന് ഒത്തവണ്ണം നാം ജീവിക്കണം. അദ്ദേഹത്തിന് ലഭിച്ച പ്രകാശം പോലെ ജീവിച്ചു. അത് മറ്റുള്ളവർക്ക് മനസ്സിലായി, ബോധ്യപ്പെടുത്തി കർത്താവ് തന്നെ കൊണ്ടുപോയി. നമുക്കും ഒരു ദിവസം എടുക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് നമ്മൾ വരും. അവിടെ ചെന്നിട്ട് പിന്നെ കർത്താവ് വന്ന് ഭരിക്കുമ്പോൾ
നാം അവൻ്റെ കൂടെ വാഴാനായിട്ട് പോകുക. ആ സമയത്ത് വീരന്മാരായിട്ട് അറിയപ്പെടണം. ന്യായമായ പ്രതിഫലം വാങ്ങിച്ച് പ്രതാപത്തോടെ വാഴണം. അതിനായിട്ട് ഈ ചിന്ത മുഖാന്തരമായി തീരട്ടെ. നടക്കേണ്ടതുപോലെ നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങളെ നമുക്ക് വെടിയാം. കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അവൻ്റെ വലിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രാർത്ഥിക്കാം. സ്വർഗപിതാവേ, നന്ദിയോടെ സ്തോത്രം. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിൻ്റെ മുമ്പിൽ ആയിരിക്കാൻ ഇടയവരായിരിക്കുന്ന ഞങ്ങൾക്ക് ദൈവം കൃപ തന്നതിനായിട്ട് സ്തോത്രം. കർത്താവേ, അങ്ങയുടെ മഹത്വമുള്ള വചനം അങ്ങയുടെ ദാസനിലൂടെ ഞങ്ങൾക്ക് വീണ്ടും കേൾക്കുവാൻ ദൈവം കൃപ തന്നു. അതിനായി സ്തോത്രം. കർത്താവെ, ഞങ്ങൾ കേട്ടതുപോലെ ദൈവത്തോടു കൂടെ നടക്കുന്നവരായി ഞങ്ങളെ വരുന്ന ദിവസങ്ങളിൽ അധികമായി അഭ്യസിപ്പിക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവർ ദൈവത്തോടു കൂടെ നടന്നു, ദൈവത്തെ സന്തോഷിപ്പിച്ചു, ദൈവത്തോട് സംസാരിച്ചു. കർത്താവെ, അപ്രകാരം ഞങ്ങളുടെ ജീവിതത്തിലും ദൈവവചനപ്രകാരം ഞങ്ങളെ ഒരുക്കുവാൻ ദൈവം കൃപ തരണം. ഞങ്ങൾ കേട്ടതുപോലെ ഞങ്ങൾ വിശ്വാസത്താൽ, കർത്താവെ, കൃപയാലെ വിശ്വാസത്താൽ രക്ഷിക്കപ്പെടുവാൻ ദൈവം കൃപ തന്നു. ഞങ്ങൾ ദൈവത്തിൻ്റെ മക്കളായി തീർന്നു. ഞങ്ങൾക്ക് സ്വർഗമുണ്ട്. അതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. എന്നാൽ ഞങ്ങൾ കേട്ടതുപോലെ കർത്താവെ, അങ്ങയുടെ കൃപയ്ക്കനുസരിച്ച് കൂടുതൽ അങ്ങയുടെ മഹത്വത്തെ കണ്ട് ജീവിപ്പാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. അതിനോടുള്ള ബന്ധത്തിൽ അനേക കാര്യങ്ങൾ കേൾക്കുവാനിടയായതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. കൂടാതെ ഞങ്ങൾ അവസാനമായി കേട്ടു, 7-ാം ദിവസം ദൈവം വിശ്രമിച്ചു. അപ്രകാരം ഇന്ന് ഹാനോക്ക് വിശ്രമ സ്ഥലത്തായിരിക്കുന്നു. അതിനായിട്ട് സ്തോത്രം. വീണ്ടും ഞങ്ങൾ കേൾപ്പിച്ചു, കർത്താവ് താനും ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും, പിന്നെ നാം അവരോടൊപ്പം കർത്താവിനെ കൈക്കൊള്ളുവാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഓ കർത്താവെ, ആ അവസ്ഥ ഞങ്ങളുടെ ജീവിതത്തിൽ വരുവാൻ പോകുന്നു. അതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. ഞങ്ങൾ കേട്ടതുപോലെ എല്ലാവരും കർത്താവെ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും, ഞങ്ങളും രൂപാന്തരപ്പെടും, ഞങ്ങളും അങ്ങയുടെ സന്നിധിയിൽ വരും. എന്നാൽ ഓർത്തതുപോലെ അങ്ങയുടെ സന്നിധിയിൽ വരുമ്പോൾ കർത്താവെ, ഞങ്ങൾക്ക് പ്രതിഫലം ലഭിക്കുവാൻ തക്ക നിലയിൽ ഈ ലോകത്തെ അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ ദൈവം ഞങ്ങൾക്ക് കൃപ തരണം എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ ദാസനിലൂടെ കേൾപ്പിച്ച മാറ്റമില്ലാത്ത വചനത്തിനായി സ്തോത്രം. വചനം വായിക്കുന്നവരും പഠിക്കുന്നവരുമായി മാത്രമല്ല, മറിച്ച് കർത്താവെ അതിനെ അഭ്യസിക്കുന്നവരായി തീരുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനേക കാര്യങ്ങൾ കേൾക്കുവാൻ ദൈവം അനുവദിച്ചല്ലോ. അങ്ങയുടെ ദാസനോടൊപ്പം ഞങ്ങൾക്ക് ഒന്നിച്ച് ദൈവസന്നിധിയിൽ ഇരുപ്പാൻ ദൈവം കൃപ തന്നല്ലോ. അതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. ഞങ്ങൾ എത്ര ഭാഗ്യം ചെയ്തവരാണ്. ജീവനുള്ള ദൈവത്തിൻ്റെ സത്യവചനത്തെ കർത്താവെ ഞങ്ങൾക്ക് കേൾക്കുവാൻ, രക്ഷിക്കപ്പെടുവാൻ, ദൈവമക്കളാകുവാൻ, കൂട്ടായ്മ ആചരിപ്പാൻ ഒക്കെ ദൈവം ഞങ്ങൾക്ക് കൃപ തന്നു. അങ്ങയുടെ ദാസനോടൊപ്പം വരികാൻ എത്ര സന്തോഷം ഞങ്ങൾക്ക് തന്നു. അതിനായിട്ട് സ്തോത്രം. നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു കർത്താവെ. മൂപ്പനായിട്ട് സ്തോത്രം. വന്നിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കായിട്ട് സ്തോത്രം. ബോസ്വരനായിട്ട് സ്തോത്രം. ഇട്ടിയുപദേശിക്കായിട്ട് സ്തോത്രം. കുടുംബത്തിനായിട്ട് സ്തോത്രം. എല്ലാത്തിനായിട്ടും ഞങ്ങൾ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ ആത്മീക കൂട്ടായ്മയ്ക്കായിട്ട് സ്തോത്രം. കർത്താവെ, ഞങ്ങൾക്ക് ലഭിച്ച ഈ സന്തോഷം അത് നിത്യതയുടെ സന്തോഷമാണ്. അതിനായിട്ട് സ്തോത്രം. സകല മാനവും മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ പിരിയുന്നു. പിരിയാത്തവനായിട്ട് ദൈവം ഞങ്ങളുടെ മധ്യത്തിലുള്ളതിനായി സ്തോത്രം. സകല മഹത്വവും അങ്ങെടുക്കണം. യേശുവിൻ കർത്താവിൻ്റെ അതിപരിശുദ്ധമുള്ള നാമം